എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി അവിടെ നിന്നും ശക്തി നിറകളിക്കുവാൻ വേണ്ടി ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇരിക്കുക. താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടു മോശയും ഏലിയായും. അവരുടെ മധ്യത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണം ആരു വഴി സാധിക്കണമോ ആ ഈശോ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി. നിയമത്തിൻ്റെ പൂർത്തീകരണം, പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഈശോയിലൂടെ സംഭവിക്കുകയാണ്. നമ്മളത് പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ 4-ാം രഹസ്യമായിട്ട് ധ്യാനിച്ചതാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നു 2-ാം വത്തിക്കാൻ കൗൺസിൽ. നമ്മുടെ ഈ നാളുകളിലെ വിശ്വാസ വർഷത്തിലെ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ആ പ്രമാണരേഖയിലെ ദൈവാവിഷ്കരണം, ദൈവിക വെളിപ്പെടുത്തൽ എന്ന പ്രമാണരേഖയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവാവിഷ്കരണം എന്ന പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവാണ് എല്ലാ ദൈവിക വെളിപാടിന്റെയും മധ്യസ്ഥൻ. ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറയാം: ക്രിസ്തുവാണ് എല്ലാ ദൈവിക വെളിപാടിന്റെയും മധ്യസ്ഥൻ. അതേസമയം അതിന്റെ പൂർണ്ണതയും അവിടുന്ന് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രബോധനം, വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവാവിഷ്കരണത്തെ കുറിച്ചുള്ള പ്രമാണരേഖ. ഇപ്പോൾ നമ്മൾ ആരാധനാ വത്സരത്തിലെ ധനകാലത്തിലൂടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ നടന്ന, ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മളെ ബോധ്യപ്പെടുവാൻ വേണ്ടി ആരാധനാ വത്സരത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന ഈ യുഗത്തില് ധ്യാന വിഷയമാക്കേണ്ട ഒരു വിഷയം. ഈ ആഴ്ചകൂടെ കഴിയുമ്പോൾ നമ്മൾ നോയമ്പ് കാലത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തല് നമുക്കൊന്നുകൂടി, നമ്മൾക്കിവിടെ വന്നിരിക്കുന്ന ഈ കൊച്ചു സമൂഹം, ഇതൊരു കൊച്ചു സമൂഹമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ദൈവം ഇതൊരു വലിയ സമൂഹമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരെ നമ്മളെ തന്നെ മാത്രം നമ്മുടെ ദൈവങ്ങളെ കാഴ്ചവെക്കുവാൻ വേണ്ടി വന്നവരല്ല. എന്നാൽ ഒരു വലിയ ജനാവലിയെ നമ്മളിലൂടെ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവരായിട്ട് നമ്മളെ മാറ്റുകയാണ് മരിയ ഭവനിലെ ശുശ്രൂഷയുടെ വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെപ്പോഴും പഠിപ്പിക്കുന്ന ഇതാണ്: പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ നമ്മളെ സമ്പുഷ്ടരാക്കുക. വേറെ എന്തൊക്കെ നമ്മൾ ആർക്കൊക്കെ കൊടുത്താലും അത് തൃപ്തിയാകത്തില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലാകണം. പിതാവ് വെളിപ്പെടുത്തിയ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി ദൈവത്തെ ആവിഷ്കരിച്ചു തന്നു, വെളിപ്പെടുത്തി തന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തു. എബ്രായർ ലേഖനത്തിന്റെ 1-ാം വചനം, 1-ാം അധ്യായം 1-ാം വചനം: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ ഇനിയും ഒരു രക്ഷകനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവസാനമായിട്ടുള്ള എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയും ആരെയും പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. പൂർത്തീകരണം, രക്ഷയുടെ പൂർത്തീകരണം നടന്നു കഴിഞ്ഞു. വെളിപ്പെടുത്തൽ പൂർത്തിയായി യേശു ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു.
അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയും ആക്കി. തന്റെ വചനത്താൽ, ശക്തിയുടെ വചനത്താൽ അവനെല്ലാം താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഇത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി തിരുവചനത്തിലേക്ക്, യോനാശ്ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. ഒരു അപ്പത്തിന്റെ രൂപത്തിൽ. ആ അപ്പത്തിന്റെ രൂപം എടുത്തിരിക്കുന്നത് നമുക്ക് ഭക്ഷണവുമായി മാറിക്കൊണ്ട് നമ്മുടെ നാവിൽ രുചി പദാർത്ഥമായി നമ്മളിലൂടെ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തില്, ശരീരത്തിൽ അലിഞ്ഞു ചേരുവാൻ, നമ്മളെ ഒരു ക്രിസ്തുവാക്കി മാറ്റുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതാണ്. ഇത് കെട്ടുകഥകളല്ല. തിരുവചനത്തിന്റെ വെളിച്ചത്തിലെ സത്യ വെളിച്ചമാണ് ഈ പ്രഘോഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങുവന്ന ജീവനുള്ള അപ്പമാണ്. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അവിടുന്ന് ഈ വലിയ ആഗ്രഹം നമ്മൾ ജപമാലയിൽ ധ്യാനിച്ചതാണ്. നിങ്ങളോടുകൂടി ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചത് എന്തിനാണ്? യുഗാന്ത്യത്തോളം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി. അതൊരു ദിവ്യകാരുണ്യമായിട്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഉള്ളിലേക്ക് ഭോജ്യമായിട്ട് കടന്നു വരുവാൻ, നമ്മളെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുവാൻ. വേറൊരു ക്രിസ്തുവല്ല, അതേ ക്രിസ്തുവിന്റെ മനോഭാവത്തിലും തന്റെ ശക്തിയിലും ഭാവത്തിലും നമ്മളെ പുതിയ ക്രിസ്തുക്കളാക്കി മാറ്റുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വലിയ സർവശക്തനായ വലിയവനായ ദൈവത്തിന്റെ മുമ്പിലാണ് വന്നിരിക്കുക. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നതല്ല. സത്യത്തിൽ കർത്താവ് നമ്മളെ തേടി വന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് തന്നെ നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. നമ്മൾ വന്നതല്ല. നമ്മളെ ഇവിടെ കൊണ്ടുവരുവാൻ നിമിത്തമായ ചില കാരണങ്ങൾ കണ്ടേക്കാം. എന്നാൽ നമ്മളെ അത്യുന്നതിൽ ശക്തി അവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളിവിടെ വന്നതാണ്. ആ മനസ്സിലാക്കി തന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടേതായിട്ടൊന്നുമില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി. കാരണം നമ്മളെ കർത്താവ് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു സമ്പുഷ്ടമായിട്ട്. തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ടാണ്, തന്റെ ജീവനെ നൽകിക്കൊണ്ടാണ് അവിടുന്ന് നമ്മളെ സമ്പുഷ്ടമാക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ്. അതവിടെ കിടക്കട്ടെ, അതിലേക്ക് നമുക്ക് പോകാം. അത് കർത്താവ് സാധിച്ചു തരും. സർവത്തിന്റെയും ഉടയവനായ ദൈവം നമ്മുടെ കൂടെ വന്ന് വസിക്കുമ്പോൾ പിന്നെ എന്തിന്റെയാണ് കുറവ്? ആ കർത്താവിന്റെ ഒപ്പം എല്ലാം സമ്പുഷ്ടമായിട്ട് വരും. ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണം, ഭൗതികമായ ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പ വരുന്നു. നിശ്ചിത നാളിലെ വരും, ഡേറ്റ് നിശ്ചയിച്ചിരിക്കുക. ഏതാനും ഒരു വർഷം മുമ്പ് നിശ്ചയിച്ചു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എത്രയോ, നമ്മൾ അറിയാതെ എത്രയോ ഒരുക്കങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സിലും മിനിസ്ട്രിയിലും ഡിഫൻസ് മിനിസ്ട്രിയിലും മറ്റേ ഒരുപാട് മിനിസ്ട്രികളിൽ ആ രാജ്യത്തെ പ്രതിനിധികൾ ഇവിടെ വന്ന് ഇവിടെ അദ്ദേഹത്തിനെ കൊണ്ടുവരുവാനാക്കി നമ്മുടെ രാജ്യം ഒരുങ്ങുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. അവരുടെ പ്രസിഡന്റിനെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ ഇവിടെ വേണ്ടിയ സംരക്ഷണങ്ങൾ ലഭിക്കുമോ എന്ന് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ മാർപ്പാപ്പായി ഇവിടെ വരിക എന്ന് പറഞ്ഞാല് അവര് മാത്രമല്ല, അവരുടെ കൂടെ ഒരു വലിയ സന്നാഹമുണ്ട്. അവർക്ക് അകമ്പടി സേവിക്കുന്ന, അവരെ കരുതുന്ന, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായ അനേകം വ്യക്തികൾ, ഡോക്ടർമാർ കാണും, വിവിധ തലങ്ങളിലുള്ള ഓരോ വകുപ്പുകളിലുമുള്ള എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം പലരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പല വ്യക്തികളും കാണും. ഇതുപോലെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ദൈവം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ് കടന്നു വരിക. സ്വർഗീയ വാസികള്, സ്വർഗീയ ദൂതന്മാര്, ക്രോവന്മാര്, ഷാപ്പന്മാരുടെ എല്ലാം ഒരു സമ്മേളനം, ഒരു പ്രൊട്ടക്ഷൻ. സർവശക്തനായ ദൈവത്തോട് എപ്രകാരം സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ പറയുന്നു, അപ്രകാരം തന്നെ കർത്താവ് വലിയവനായ ദൈവം നമ്മോടൊപ്പം വരുമ്പോൾ ഒരു സംരക്ഷണം, ആ വലിയ സംരക്ഷണം നമുക്കുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആ വലിയ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വിശുദ്ധ യോനാശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: 8-ാം അധ്യായത്തിൽ യഹൂദന്മാര് ഈശോയെ
ഈശോ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സംശയിച്ചു. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടായിരുന്നവരാണ് നിയമജ്ഞര്, പരീശയരൊക്കെ. അവർക്ക് ഒരുപാട് പാണ്ഡിത്യമുണ്ട്, നിയമങ്ങൾ പാണ്ഡിത്യമുണ്ട്, വരുവാനിരിക്കുന്നവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ വന്ന ഈശോയെ പലരും തിരിച്ചറിഞ്ഞില്ല. നമ്മളും ഒരു പക്ഷേ ഇന്ന് ഈ അവസ്ഥയിലാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യവും കർത്താവ് ഇതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. യോഹന്നാൻ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, 8-ാം അധ്യായത്തിന്റെ 24-ാം വചനം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈശോ ദൈവമായ കർത്താവ് അവരോട് സംസാരിച്ചാണ്, യഹൂദന്മാരോട്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാനാകുന്നവൻ. ഈശോ മോശയോട് കർത്താവ് ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞു. ഹോറബ് മലയിൽ മോശ ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോറബ് മലയിലെ ദൈവത്തിന്റെ സാന്നിധ്യം എരിയുന്ന ഒരു മുൾപ്പടർപ്പിൽ മോശ കണ്ടു. ആ മുൾപ്പടർപ്പിലേക്ക് മോശ നടന്നെടുത്ത് ഇതെന്താണെന്ന് കാണുവാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക. നിന്റെ ലൗകികമായിട്ടുള്ള ആ പ്രവണതകളും അതുമായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥകളും നീ ഉപേക്ഷിച്ച് കടന്നു വരിക. ദൈവത്തെ നീ ദർശിക്കുവാൻ സാധിക്കണമെങ്കിൽ ആ അവസ്ഥ നമ്മളോടും പറയുന്നുണ്ട്. ഒരു നിർമ്മലമായ ഹൃദയത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലായിരുന്നാൽ ഈ ദിവ്യകാരണത്തിൽ വസിക്കുന്നത് നമ്മുടെ ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ തന്നെ എന്ന് മോശയോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. ഈ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ മോശയെ വിളിക്കുന്ന ആ ഭാഗത്ത് ഇപ്രകാരം പറയുകയാണ്, അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. ഈ കർത്താവിന്റെ ദൂതനാണ് പിന്നീട് സംസാരിക്കുന്നത്. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാവുന്ന ഈ മുൾപ്പടർപ്പിൽ, ഈ എരിയുന്ന മുൾപ്പടർപ്പിൽ നിന്നത് ദൈവമാണെന്ന് വീണ്ടും താഴേക്ക് പഠിച്ചു പോകുമ്പോൾ കാണുകയാണ്. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശയെ അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉത്തമ മനസ്താപത്തോടുകൂടി നിർമ്മല ഹൃദയത്തോടുകൂടി പരിശുദ്ധമായ ചിന്തകളോടെ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോഴാണ് നമുക്ക് അവിടുത്തെ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുത്തെ തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക്, ഒരു ദേശം നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. മിശിഹ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം കർത്താവ് നമുക്ക് തരികയാണ്. കാനാൻ ഇറങ്ങി വന്നിരിക്കും. ഇതാ ഇസ്രായേൽക്കാരുടെ മക്കളുടെ നിലവിളി ഞാൻ എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ഈജിപ്തുകാരെ ഫറവോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഫറവോയും ഒരു ലോകത്തിന്റെ ഒരു ചട്ടക്കൂടാണത്. ലോകം അതിന്റെ മോഹങ്ങളും കടന്നു പോകാൻ ലോകത്തിലുള്ള ഉപയോഗം മൂന്നുമാകുന്നു. ദൈവത്തോടുള്ള ശത്രുതയാകുന്നു ലോകത്തോടുള്ള സ്നേഹം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഫറവോയെ ഇവിടെ ചിത്രീകരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ലോകമോഹങ്ങളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ, ആത്മാവിലും സത്യത്തിലും ഈ മലയിൽ, ഈ അൾത്താരയ്ക്ക് ചുറ്റും ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി
നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് ഈശോ പറഞ്ഞതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം 24-ാം വചനത്തിൽ ഞാനാകുന്നവൻ ഞാൻ തന്നെ ഈശോ പ്രഖ്യാപിച്ചതാണ്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അന്ന് മോശയോട് പറഞ്ഞ അതേ ദൈവം, മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച അതേ ദൈവം, ഈ ദൈവമാണല്ലോ, ഈ ഈശോയാണല്ലോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോടൊത്തായിരിക്കുവാൻ വേണ്ടി, നമുക്ക് ഭക്ഷണവും പാനീയവുമായി നൽകുവാൻ വേണ്ടി, നമ്മൾ ഈ തലമുറ കടന്നുപോയാൽ വരുവാനുള്ള തലമുറകളും അനുഭവിക്കേണ്ടിയ ഈ വലിയ സത്യം ആദിയിലെ പ്രഖ്യാപിച്ചാണ്. മോശയ്ക്ക് ഈ മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട് കണ്ട ആ എരിയുന്ന ചാമ്പലായി പോകാത്ത ആ അഗ്നിയിൽ നിന്ന് സംസാരിച്ച ദൈവം ഈ യേശുക്രിസ്തു ഈ തിരുവോസ്തിയിൽ ഇവിടെ വസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. വീണ്ടും പുറപ്പാട് പുസ്തകത്തിന്റെ 13-ഉം 14-ഉം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ മോശയെ അയച്ചു, ഫറവോയുടെ അടുത്തേക്ക് അയച്ചു. എന്റെ ജനത്തെ എന്നെ ആരാധിക്കുവാൻ വേണ്ടി വിട്ടയക്കണം. അവിടുത്തെ ആഗ്രഹം ഇതാണ്, എന്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കുവാൻ വേണ്ടി. ഇവിടുത്തെ ആരാധിക്കുമ്പോഴാണ്, പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുമ്പോഴാണ് തന്റെ മക്കൾക്ക് വിടുതൽ ഉണ്ടാകുന്നതെന്ന് ദൈവത്തിനറിയാം. ലോകത്തെ ആരാധിക്കുമ്പോഴല്ല, ലോകമോഹങ്ങളിലേക്ക് ആകൃഷ്ടരായിട്ട് ജീവിക്കുമ്പോഴല്ല, ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. സാക്ഷാൽ സൃഷ്ടാവായ ദൈവമാണ്. അവിടുത്തെ ആരാധിക്കുമ്പോഴാണ് അവിടുന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അസമാധാനത്തിലായിരിക്കുന്ന, അസന്തോഷത്തിലായിരിക്കുന്ന, ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ദൈവമക്കളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി മോശയെ അയച്ചു. ഞാൻ എന്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ അവരോട് പോയി പറയണം, കാരണം അവർ എന്നെ ആരാധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീന്റെ ദേശത്തോടുകൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. നമ്മൾ ഈ തിരുവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എളുപ്പവഴിയിൽ അല്ലല്ലോ അവിടുന്ന് കൊണ്ടുപോയത്. നമ്മൾ ചിലപ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് കടന്നു വരും. എളുപ്പം കാര്യം സാധിക്കുന്ന സ്ഥലം എവിടെ എന്നന്വേഷിച്ചുകൊണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ വിചാരങ്ങൾ എന്റേതുപോലെയല്ല, നിങ്ങളുടെ ചിന്തകളും വഴികളും എന്റേതുപോലെയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ ചിന്തകൾ, എന്റെ വഴികൾ. യേശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിലാണ് ഇത് പഠിപ്പിക്കുക. നമ്മുടെ ചിന്തകൾ കർത്താവിന്റെ ചിന്ത പോലെയല്ല, നമ്മുടെ വഴികളും അവിടുത്തേത് പോലെയല്ല. എന്നാൽ അവിടുത്തെ വഴികൾ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ്. ഈ ക്ഷേമത്തിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എളുപ്പവഴി ഉണ്ടായിരുന്നു. ഫിലിസ്തീന്റെ ദേശത്തുകൂടി ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നു, വിമോചിപ്പിച്ച് തന്നെ ആരാധിക്കുവാൻ വേണ്ടി. എളുപ്പമുള്ളതെന്ന് ആരാധിപ്പിക്കുവാനുമല്ല, ചെങ്കടൽ കടത്തിക്കൊണ്ടുപോകണം. ആ ചെങ്കടലിന്റെ അരികിലേക്ക് പോകുന്ന ഫിലിസ്തീന്റെ ദേശത്തുള്ള എളുപ്പവഴി, ആ എളുപ്പവഴിയിലൂടെ കൊണ്ടുപോവുകയല്ല കർത്താവ് ചെയ്തത്. കാരണം കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സ് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. നമ്മളെ കുറിച്ച് കർത്താവിനറിയാം. ഇവന്റെ ഇന്ന ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടിയാൽ ഇവൻ അടുത്ത പരിപാടിയിലേക്ക് പോകും. കാലതാമസം കർത്താവ് വരുത്തുന്നത് അത് കർത്താവ് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുള്ള ഉറപ്പുണ്ട്. എന്നാൽ കാലതാമസം എന്തുകൊണ്ട് വരുത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അവര് മനസ്സ് മാറ്റി തിരിച്ചു വീണ്ടും ഈജിപ്തിലേക്ക് പോയി അന്യദൈവങ്ങളുടെ ആരാധിക്കുവാനായിട്ട് ഇടയാവും. സത്യദൈവത്തിനുള്ള ആരാധന അർപ്പിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇവൻ വീണ്ടും കടന്നു പോകുമെന്നുള്ള അറിയാവുന്ന ദൈവം, ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവ്, മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്ന കർത്താവ്, ഹൃദയഭാവങ്ങൾ അറിയാവുന്ന കർത്താവ്. അതുകൊണ്ടാണ് ചില കാലതാമസങ്ങൾ വരുത്തുക. എളുപ്പ വഴിയിലല്ല, ചിലപ്പം വേഗനായിരിക്കില്ല, മാനസാന്തരത്തിന്റെ വഴിയുണ്ട്. ഫിലിസ്തീനയുടെ ദേശം എളുപ്പ വഴിയാണെങ്കിലും ദൈവമക്കൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലൂടെയുള്ള ഒരു എളുപ്പ വഴി ഉണ്ടെങ്കിലും അതിലേ അല്ല. മനസ്സ് മാറി വീണ്ടും തിരിച്ച് നമ്മൾ പോകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഈ തിരുവചനത്തിലേക്ക് പോകുമ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തേക്ക് വഴിയെ അല്ല ദൈവം അവരെ കൊണ്ടുപോകുന്നത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ എന്ന് ഭയപ്പെട്ട് മനസ്സ് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു.
ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു. അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ്. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെയാണ് യാത്ര ചെയ്തത്? തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ വഴിയൊരുക്കുവാൻ മുൻപേ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം പകരുവാനായിട്ട് അവർക്ക് മാർഗം തടസ്സമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കൊണ്ടുപോകാൻ രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഈ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും കർത്താവ് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഒപ്പം അവർക്ക് മുൻപേ നടന്നിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കാൻ. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 121 പറയുന്ന പോലെ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. ആരെയാണ്? കർത്താവിൽ ശരണം പ്രാപിക്കുന്നത്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനെ നിന്നെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന്റെ സന്നിധിയിലെ ദൈവമക്കളെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ. പുതിയ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന തിരുസഭയിലെ അംഗങ്ങളാണ് നമ്മൾ, ദൈവമക്കൾ. ഈ ദൈവമക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ കർത്താവ് നമുക്ക് മുമ്പേ ഉണ്ട്. ഹല്ലേലൂയ. ചെങ്കടൽ കടത്തിക്കൊണ്ടു പോവുകയാണ്. അവിടുന്ന് പിന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹറോത്തിന് മുൻപിൽ മിഗ്ദലിനും കടലിനും മറ്റേ ബെൽസഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവാൻ. പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം. കടലിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാത്രം. മുന്നോട്ട് യാത്ര തടസ്സപ്പെട്ടു. ചെങ്കടൽ അനുഭവം. ചെങ്കടൽ കടക്കേണ്ടിയിരിക്കുന്ന കാനാൻ ദേശത്തേക്ക് പോകണമെങ്കിൽ, പ്രത്യാശ നിറഞ്ഞ തേനും പാലും ഒഴുകുന്ന ദേശത്തെത്തണമെങ്കിൽ ഒരു വലിയ ചെങ്കടൽ കടക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് താനെ സാധിക്കത്തില്ല. വലിയൊരു പ്രതിസന്ധി മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ കാണുക, അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെ കുറിച്ച് പറയും, അവർ ഇതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു, മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഏതാണ്ട് 400 വർഷത്തോളം മുതലെടുത്ത ഫറവോ, ഈജിപ്ത് രാജാവ്, ചോരയും നീരുമെല്ലാം കവർന്നെടുത്ത് അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് സമ്പുഷ്ടി നേടിയ ഒരു രാജ്യം ഈജിപ്ത് രാജ്യം. അവരെ കൊണ്ടുള്ള ലാഭം കൊണ്ട് നേടിയ സ്വത്തുക്കള് അതനുഭവിക്കുമ്പോൾ ഇവരെ വിട്ടയക്കുമോ? വിട്ടയക്കത്തില്ല. എന്നാൽ ഇവരെ വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി എന്ന് തിരുവചനം പറയുകയാണ്. അതിനു വേണ്ടിയാണ് ദൈവം ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയത്. കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് കരുതലുള്ളൊരു കർത്താവ് തന്റെ ജനത്തെ പീഡിപ്പിക്കുന്നവരെ, അത് സാത്താനെ. നമുക്കിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് ദൈവാനുഭവത്തിൽ നിലനിൽക്കുവാനും സത്യത്തിലും ആത്മാവിലും കർത്താവിന് യഥാർത്ഥമായ ആരാധന കൊടുത്തുകൊണ്ട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കേണ്ട ഒരു ജീവിതത്തിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഭയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ട് രാവിലെ ആവശ്യത്തിന് ഇവിടെ വന്ന ബന്ധന പ്രാർത്ഥനയും ധൂപാർപ്പണവും വിശുദ്ധയിലും തളിച്ച് സഭയിലെ അധികാരം കർത്താവ് കൊടുത്ത അധികാരം ഉപയോഗിച്ചുകൂടെ പ്രാർത്ഥിച്ചത്. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരം, ഈ അധികാരത്തിലൂടെ നമ്മളെ മോചിപ്പിക്കുകയാണ്. കർത്താവിന് ചെയ്യാവുന്ന ഈ പ്രവൃത്തി അത് നടപ്പാക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഒരു അഭിഷിക്തനെ മോശയെ നിയോഗിച്ചു. കർത്താവ് ഇതുപോലെ തിരുസഭയിലെ അപ്പസ്തോലന്മാരെ നിയോഗിച്ചാക്കിയിട്ടുണ്ട്. അവരെ ധിക്കരിക്കുമ്പോൾ, അനുസരിക്കാതിരിക്കുമ്പോൾ, എതിർത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽക്കാർ അന്ന് ചെയ്തതുപോലെ വെറുപിറുക്കുകയാണ് നമ്മളും ചെയ്യുക. അങ്ങനെ വെറുപിറുത്തരാരും കാനാൻ ദേശം കണ്ടില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓർമ്മയിലിരിക്കണം.